പേരക്കുട്ടിയായി അംഗീകരിച്ച് ഔതക്കുട്ടി. ഔതക്കുട്ടി ആദ്യമേ തന്നെ നല്ല എതിരാണല്ലോ നിൽക്കുന്നത്. ഒടുവിൽ ഔതക്കുട്ടിക്ക് അലീനയെ അംഗീകരിക്കേണ്ടി വരികയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതായത് അലീന നമ്മുടെ സ്റ്റാലിൻ്റെ മകളാണെന്ന് ഔതക്കുട്ടി തന്നെ സ്ഥിരീകരിക്കുകയാണ്. അലീനയെ കണ്ടതിന് ശേഷമാണ് ഔതക്കുട്ടിയിൽ ഇത്തരമൊരു മാറ്റം സംഭവിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് ഔതക്കുട്ടി തൻ്റെ പേരക്കുട്ടിയുടെ കഥകളും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അലീന തൻ്റെ വല്യപ്പച്ചനായ കുട്ടിച്ചായനോട് അഥവാ ഔതക്കുട്ടിയോട് എല്ലാം തന്നെ തുറന്നു പറയുകയാണ്. താൻ വളർന്നതും കളിച്ചതും ചിരിച്ചതും തുടർന്ന് കോട്ടയത്ത് പാലായിലെത്തിയതും അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയ എല്ലാ കഥയും നമ്മുടെ ഔതക്കുട്ടിയോട് തുറന്നു പറയുമ്പോൾ, മോളെ, ഈ മുത്തശ്ശൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല. നിന്നെ പോലെ ഒരു മകൾ സ്റ്റാലിക്കുണ്ടെന്ന് മനസ്സിലാക്കാതെ പോയി എന്ന് പറയുകയാണ്. അതിനെനിക്ക് പരാതിയില്ല, പരിഭവമൊന്നുമില്ല മുത്തശ്ശ. അച്ഛനും അങ്ങനെ തന്നെയാണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അച്ഛൻ അറിഞ്ഞില്ല. ഞാൻ അച്ഛനെയും കുറ്റപ്പെടുത്തുന്നില്ല, അച്ഛൻ്റെ ബന്ധുക്കളെയോ മുത്തശ്ശനെ പോലും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം എൻ്റെ വിധിയാണ്. എൻ്റെ വിധിയും എൻ്റെ യോഗവും തന്നെയാണെന്ന് അലീന വല്യപ്പച്ചനോട് പറയുകയാണ്. ഇതേ സമയം വല്യപ്പച്ചൻ അലീനയുടെ മനസ്സിൻ്റെ വലിപ്പം മനസ്സിലാക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. എത്ര നന്നായിട്ടാണ് ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ ഈ പെൺകുട്ടി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതോടുകൂടി തന്നെ മുത്തശ്ശൻ പറയുകയാണ്, നീ എൻ്റെ കൊച്ചുമകൾ തന്നെയാണെന്ന്. ഇതേ സമയം അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ സത്യമായിട്ട് പറഞ്ഞതാണോ എന്ന് അലീന ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും അതെ, നീ എൻ്റെ കൊച്ചുമോള് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി സ്റ്റാലിൻ കേൾക്കെ എടുത്ത് പറയുമ്പോൾ സ്റ്റാലിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്